രാധാമണിയാണെങ്കിൽ മോളേന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ജാനകി പറയും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറയും. ജാനകി പറയും അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് സുഖപ്പെടും, എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയും. ജാനകി അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അബി പഴയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും. പണ്ട് അച്ഛനും അമ്മയും കൂടി ജാനകിയെ കണ്ടുവന്നപ്പോൾ അബി അവരുടെ എവിടെ പോയി വന്നതാണെന്നൊക്കെ ചോദിക്കും. അവർ വേറെ എന്തൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിയും. പിന്നെ അച്ഛൻ സത്യം പറയും. അബി അവരോട് വിവാഹത്തിന് അവൾ സമ്മതം പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ അബിക്ക് വലിയ സന്തോഷമാവും. അമ്മയാണെങ്കിൽ ജാനകി ഇങ്ങനെ പൊക്കി പറയാണ്. അച്ഛനും പറയും അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഈ വീടിൻ്റെ നിലവിളക്ക് അവളായിരിക്കും. അബി പറയും കല്യാണം ലളിതമായിട്ടുള്ളൊരു ചടങ്ങ് മതിയെന്ന്. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയും അത് വേണോ, നമ്മുടെ മക്കളുടെ ആദ്യത്തെ വിവാഹമെന്ന് പറയും. അച്ഛൻ പറയും അവനും പറയുന്നതിലും കാര്യമുണ്ട്, ജാനകിയുടെ ഭാഗത്തുനിന്ന് ആരും വരാനില്ല, നമുക്ക് വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് കുറച്ച് ആളുകളെ വിളിച്ച് നടത്താം. അബി പറയും അച്ഛൻ്റെ അഭിപ്രായത്തെ അമ്മ എതിർക്കരുത്, നമുക്ക് അമലിൻ്റെയും അജയുടെയൊക്കെ കല്യാണം വലുതായിട്ട് നടത്താം. ജാനകി റൂമിലേക്ക് വന്നിട്ട് അബിയോട് ചോദിക്കും അബിയേട്ടൻ എന്താ താഴോട്ട് ഭക്ഷണം കഴിക്കാൻ വരാതിരുന്ന്. ജാനകി പറയും നകുലൻ്റെ വരവിൽ അബിയേട്ടൻ വല്ലാതെ അസ്വസ്ഥനായിട്ടുണ്ട്. അബി പറയും നകുലൻ നിന്നെ ലക്ഷ്യം വെച്ചാണോ ഇന്ദ്രജ എന്നെ ലക്ഷ്യം വെച്ച് വന്നതാണോ എന്ന് എൻ്റെ സംശയം. ഞാനൊന്നും അബിയേട്ടനോട് പറയില്ല എന്നായിരിക്കും അവരൊക്കെ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. അബി പറയും ആർക്കും ആരെ പറ്റി എന്ത് പറയാം, അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതിലാണ് കാര്യം. അപർണ വന്ന് ഒരു വാടക ഉണ്ടാക്കി കൊട്ടേഷൻ കൊടുക്കുകയാണ് ജാനകിയെ കൊല്ലാൻ. എന്നിട്ട് അതിനുള്ള അഡ്വാൻസും കൊടുക്കും. ഇതൊരു കൊലപാതകമായിട്ട് ആർക്കും തോന്നരുത്, ഒരു റോഡ് ആക്സിഡൻറ്റ് പോലെ ആക്കണമെന്ന് പറയും. അയാൾക്ക് ജാനകിയുടെ ഒരു ഫോട്ടോയും കാണിച്ചു കൊടുക്കും. സേനൻ തമ്പിയോട് വഴിയും തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കൊല്ലാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ തമ്പി പറയും അന്ന് ഞാനൊരു ആവേശത്തിൽ തല കുളിക്കുമെന്നുള്ളൂ, ഇത്ര പെട്ടെന്ന് താനൊരു നീക്കം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയും. സേനൻ പറയും ഇനി നമുക്ക് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, എന്തായാലും ഇത് ചെയ്യണമെന്ന് പറയും. ആ കേസ് ഇനിയും വന്നു കഴിഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സേനൻ ചോദിക്കും തീർത്ത് കളയേണ്ടത് മോളെയാണെന്നുള്ള വിഷമാണോ, നിങ്ങൾക്കൊരു മോളെ ഉള്ളൂ എന്ന് വലിയ വീരവാദമൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും. തമ്പി അറിയുക അതിലൊന്നും എനിക്കൊരു മാറ്റമില്ല, എന്നാലും ഇത്ര പെട്ടതായതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്, എല്ലാ പഴുതുകളും അടച്ചു വേണം. ഇത് കേട്ടിട്ട് സേനൻ പറയും എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറയും. ജാനകിയെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അബി ചോദിക്കും പോകാൻ തീരുമാനിച്ചു ചോദിക്കും. അപ്പോൾ ജാനകി പറയും അമ്മ ഇനി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, എന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറയും. അബി പറയും 12 മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും, അമൽ എന്നെ ഏൽപ്പിച്ച ജോലിയാണ്, അതിന് ഞാൻ തന്നെ പോകണം, അതുകൊണ്ടാണെന്ന് പറയും. ജാനകി പറയും അബിയേട്ടൻ എൻ്റെ കൂടെ വരാൻ നിൽക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയും. അബിയേട്ടൻ ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി. പൊന്നുവിനെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പൊന്നുവിനെ പിന്നൊരു ദിവസം കൊണ്ടുപോയി കാണിക്കാമെന്നും പറയും. അബി 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയുമ്പോൾ അത്ര നേരം വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ജാനകിക്കില്ല. പോകുമ്പോൾ അബി ജാനകിയുടെ കൈ പിടിച്ച് വെക്കും. അത് കഴിഞ്ഞ് ജാനകി പറയും എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അബിയേട്ടനാണെന്നൊക്കെ പറയും. അബി ഇങ്ങനെ പറയും നമ്മുടെ വിശ്വാസത്തിന് ഒരു വിള്ളലും ഉണ്ടാവില്ല, അതിൽ കൂടുതൽ എന്ത് സമാധാനം ഞാൻ നിനക്ക് തരാം. അതിൻ്റെ ഇടയ്ക്ക് അവർ പൊന്നുവിനെ ഒരു കൂട്ടായിട്ട് ഒരു കുട്ടിയോട് വേണമെന്നുള്ള ചർച്ചയിലേക്കൊക്കെ പോകും. ജാനകി ഇറങ്ങുമ്പോൾ പൊന്നു എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കും. ജാനകി അതൊക്കെ പറഞ്ഞിട്ട് പറയും അമ്മ എങ്ങോട്ടാ പോയെന്ന് ആരെയും ചോദിച്ചാൽ ഒന്നും പറയണ്ടെന്നൊക്കെ പറയും. ഇത് കണ്ട് അപർണ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് ഫോൺ വിളിച്ച് പറയാണ്. ആ സമയത്ത് അപർണയ്ക്ക് തമ്പിയുടെ കോൾ വരും. വൈകുന്നേരം അജയെ കണ്ട് കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. ഇത് പറയാനാണ് അച്ഛൻ വിളിച്ചതെന്ന് വെച്ച് അപർണ ജസ്റ്റ് ചൂടാവും. കൊട്ടേഷൻ സംഘം ജാനകിയെ കൊല്ലാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപർണയാണെങ്കിൽ അവരുടെ കോളും വെയിറ്റ് ചെയ്തിരിക്കുക, ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. അവിടേക്ക് പൊന്നു വന്ന് സോഫയിലിരിക്കും. എന്നിട്ട് ചെറിയമ്മയെന്ന് വിളിക്കുമ്പോൾ അപർണ ചൂടാവും ഇങ്ങനെ. എന്നിട്ട് ചോദിക്കും നീ എന്തിനാ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പൊന്നു പറയും ചുമ്മാന്ന് പറയും. അപർണ അറിയാം എപ്പോഴും നിനക്കെന്നെ കാണുമ്പോൾ ഒരു കളിയൊക്കെ ചിരിയാന്ന് പറയും. അവൻ പൊന്നു പറയും അതെനിക്ക് ചെറിയമ്മയെ ഇഷ്ടമായതുകൊണ്ടാന്ന് പറയും. അപർണ പൊന്നുവിനെ നടന്ന് ഓടിക്കുകയാണ്. പൊന്നു നടന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും. വേലക്കാരി പറയും അമ്മ ഇപ്പോഴല്ലേ പോയത്, പൊന്നുവിന് ഉമ്മയൊക്കെ തന്നിട്ടല്ലേ പോയതെന്നൊക്കെ ചോദിക്കും. ഉടനെ വരാമെന്നല്ലേ അമ്മ പറഞ്ഞത്, പിന്നെന്തിനാ സങ്കടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കും. പൊന്നു പറയും എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്ന് പറയും. അവിടേക്കപ്പോൾ അപർണ കൂടി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപർണ ചോദിക്കും ഇവളെ കൂട്ടാതെ വിടുന്ന ആരെങ്കിലും പോയോ എന്ന് ചോദിക്കും. ആ വേലക്കാരി പറയും ജാനകി പോയി എന്ന് പറയും. അപ്പോൾ അപർണ എന്തോ ഒരു ഭാവത്തിൽ പറയാ ജാനകി പോയി, അമ്മ പോയെന്ന് വെച്ച് മോൾക്ക് കൂടെ പോകാൻ പറ്റുമോ, വരാനും പോകാനൊക്കെ ഓരോ സമയമുണ്ട് പൊന്നു എന്ന് പറയും. പൊന്നു ഇതൊക്കെ കേട്ട് അവിടുത്തെ എണീറ്റ് പോവാണ്. അപർണ അറിയും ഇനി മഞ്ജു ചേച്ചിക്ക് പൊന്നുവിനെ നോക്കുന്ന ജോലി കൂടി ആയല്ലോ, അവളെ നോക്കാൻ ഒരാൾ വേണ്ടേന്നൊക്കെ ചോദിക്കും. ജാനകിയുടെ കാറിന് തൊട്ട് പിന്നാലെ തന്നെ തമ്പിയും സേനനും ഉണ്ട്. തമ്പി വണ്ടി വെച്ചിട്ട് ജാനകിയുടെ വണ്ടിക്ക് കയറിയിട്ടിരിക്കും. ജാനകിയുടെ വണ്ടി നിയന്ത്രണമായിട്ട് വേറൊരു വശത്ത് പോയിട്ട് നിൽക്കുകയാണ്. ജാനകി ജസ്റ്റ് അതിൽ നിന്ന് തെറിച്ച് താഴോട്ട് വീഴും. അബി വീട്ടിൽ നിന്ന് മാറ്റി ഇറങ്ങാണ്. അപ്പോൾ പൊന്നു ചോദിക്കും അച്ഛനെ ഇങ്ങോട്ട് പോകാമെന്ന് നോക്കുമ്പോൾ അബി പറയും ഞാൻ ഓഫീസിൽ ആയിരുന്നു പോകാമെന്ന് പറയും. ആ സമയത്ത് അബിക്ക് അമലിൻ്റെ ഒരു കോള് വരും. അമൽ അപകടം പറ്റിയ കാര്യം പറയുമ്പോൾ അബി വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒന്നും പറയാതെ ഇറങ്ങുകയാണ്. എന്നിട്ട് അപർണ അമലിനെ വിളിച്ചു നോക്കും. അമൽ അപർണയോട് ചൂടാവുകയാണ്. അപർണ ചോദിക്കും നീ എന്തിനാ എന്നോട് ചൂടാവുന്നതെന്നൊക്കെ ചോദിക്കും. അമലൊരു ജാനകിയടുത്തെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അഭിനയിക്കുകയാണ് നീ, ഞാനെന്താ മണ്ടനാണെന്ന് വിചാരിച്ചോ തമ്പിയുടെ മോളെന്ന് ചോദിക്കും. ആ കൊട്ടേഷൻ സംഘം അപർണയെ വിളിക്കുമ്പോൾ അപർണ പറയും നിങ്ങൾ ഏതായാലും പണി പറ്റിച്ചോ, സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ കൊട്ടേഷൻ സംഘം പറയും സോറി മേഡം ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല, അവൾ രക്ഷപ്പെട്ടു പോയി എന്ന് പറയും. അപർണയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. അപർണ പറയും ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ജാനകിയുടെ ജീവനെടുക്കാൻ മറ്റാരോ കൂടി പ്ലാൻ ചെയ്തു, ഞാനതിൽ തോറ്റു, മറ്റേ കക്ഷി ജയിച്ചു. ജാനകി ഇങ്ങനെ മനസ്സിലാലോചിക്കും പിന്നെ ആരാ അത്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജാനകിയാണ് പിന്നീട് കാണിക്കുന്നത്.